ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ഈ കാണുന്ന വീഡിയോ ഞാനും എൻ്റെ ഉമ്മയും കൂടിയും ഞങ്ങൾ അങ്ങാടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങാടിക്ക് കുറച്ച് 10 മിനിറ്റോളം നടക്കണേ. അങ്ങാടിക്കാണ് അത്യാവശ്യം ഉണ്ടായിട്ടാണ് അക്ഷയ്ക്ക് പോവുകയാണ്. ഞാനും ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. അപ്പം ഒരു ദിവസം പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ വെയിൽ ഉണ്ടാവില്ല, വെയിലുണ്ടാവും, വെയിലില്ലായല്ല, ചൂടുണ്ടാവില്ല. കാരണം പോണ വഴിക്കലൊക്കെ നല്ല മരങ്ങളാണ്, നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഒരു ദിവസം പറഞ്ഞ് അങ്ങനെ നടന്നങ്ങനെ പോവാണ്. അപ്പോൾ ഞങ്ങളവിടുന്ന് ഒരു ബസ്സേ ഉള്ളൂ അല്ലി അങ്ങാടിയിലേക്ക്, നിലമ്പൂർ അങ്ങാടിയിലേക്ക്. നിലമ്പൂരും കഴിഞ്ഞ് കരുളായി എന്ന സ്ഥലത്തേക്കാണ് എൻ്റെ വീട്. അപ്പം പറഞ്ഞങ്ങനെ രസം പറഞ്ഞിങ്ങനെ പോവാണ്. വീഡിയോ എടുക്കുന്ന ഇടയിലൊക്കെ അമ്മ പറയണ ഇജ്ജ് എടുത്തോ, ഇജ്ജൊരു സുന്ദരിയല്ലേ, ഇജ്ജല്ലേ ഇപ്പം വീഡിയോയിലല്ല ഗ്ലാമർ ആയി വേണ്ടിയത്, അല്ല അങ്ങനെ പറഞ്ഞ് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ വേഗം റോട്ടുമ്മക്ക് എത്തിയപ്പോഴത്തേന് ബസ് പോയിക്കണം. ബസ്സൊക്കെ കാണിച്ചു തരാൻ എഴുതി കണ്ട് അങ്ങനെ നടന്നിങ്ങനെ പോകുമ്പോൾ വർത്തമാനത്തിൻ്റെ ഇടയിൽ ഓരോന്ന് ആൾക്കാരെ കാണുമ്പോൾ ചിരിക്കണം, സംസാരത്തിനൊക്കെ ഉണ്ട്. ഹലോ, പിന്നെ ഞാൻ ഈ കർച്ചാപ്പറിച്ച് തൊള്ളയിലിട്ട് കണ്ടിട്ടാണ് ഈ റെക്കോർഡിങ് ചെയ്യുന്നത്. അതാണ് ഉഷാറില്ലാത്ത. നമ്മൾ പുള്ളിയിൽ പോയപ്പം ഒരു കർച്ചാപ്പറിച്ചൊക്കെ വാങ്ങി. അങ്ങനെ പിന്നെ കാണുന്നതൊക്കെ പാടാണ്, പാട ഏരിയയാണ്. അതിൽക്കൂടെയൊക്കെ അങ്ങനെ നടന്നു പോവുകയാണ്. മുതലാളിമാർ ഇതുണ്ടാവും, ചിലവർ പാട്ടത്തിനെടുക്കും, മുതലാളിമാരത് പാട്ടത്തിനൊക്കെ എടുക്കും. ഈ കാണുന്ന ഞാൻ വീട് കാണിച്ചിട്ടുണ്ട്, ഈ നാളെ തന്നെയാണ് കേട്ടോ. അപ്പുറത്തുള്ള പാടൊക്കെ ചിലവർ പാട്ടത്തിനെടുക്കും. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ പാട്ടത്തിന് ഇപ്പോഴും എടുക്കണോല്? എൻ്റെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആയിക്കൂടെ നടന്നങ്ങനെ ഉമ്മ മുന്നിലുണ്ട് കേട്ടോ, ഭാഗത്തൊക്കെ നിൽക്കണം. ഇജ്ജ് വേഗം വാ, വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുക. ചേച്ചി എപ്പോഴാണ് അവിടേക്ക് എത്തുക, ഞങ്ങളും പുള്ളിക്ക് എത്തുക എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പുള്ളി എന്നിട്ട് ഞങ്ങളെ അങ്ങാടിൻ്റെ പേര്. അപ്പം അങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് മാങ്ങ കണ്ടു, മൂച്ചി. അപ്പം മൂച്ചിമ്മക്ക് അവിടെ മാങ്ങയും കണ്ടിട്ടോ, ചെറിയ കണ്ണിയാങ്ങ. അത് എടുത്ത് തിന്ന് ഇങ്ങനെ പോയി. ഉമ്മ ഒരു കടി കടിച്ചു നോക്കിട്ടെ, രസമുണ്ട് പറഞ്ഞപ്പോൾ ഉമ്മ ഒരു കടി കടിച്ച്, അതാണ് കാണിച്ചു തരുന്നത്. അങ്ങനെ തിന്ന് അങ്ങനെ നടക്കുക. എന്തെങ്കിലുമൊക്കെ വേണ്ട, നമ്മൾ കുട്ടികളല്ലേ, കുട്ടികളെ മാതിരിക്കാണ് കേട്ടോ. അത് തിന്ന് പോവുകയാണ് പുള്ളിക്ക്. അപ്പോൾ മാങ്ങ തിന്നുന്ന ശൈലിയാണ് ഇപ്പോൾ അതൊക്കെ കാണുന്നത്. നല്ല രസവും നല്ല സൂപ്പർ മാങ്ങ. അത് നല്ല രസമുണ്ട് മാങ്ങ. അതാണ് തിന്നു പോണത്. അപ്പം ഉമ്മാക്ക് അവിടെ ചേച്ചീനെ വർത്താനത്തിന് എത്തി. നമ്മളെ നാട്ടുകാർ തന്നെയാണ്, ഉമ്മാനെ അധികം കാണലില്ല. അപ്പോൾ ഓലൊക്കെ കണ്ടപ്പോൾ ഉമ്മ വർത്താനത്തിന് അതാ വരുന്ന ചേച്ചി. അപ്പോൾ വർത്താനത്തിന് എത്തിയപ്പോൾ അതൊക്കെ തിന്ന് നടന്ന് അക്ഷയിലെത്തി. അവിടെ നിന്നും ഒക്കെ ശരിയാക്കി. അവിടുത്തെ പീടിക ഉണ്ടായപ്പം മുട്ടായി വാങ്ങി. അപ്പോൾ തിന്ന് പോരുകയാണ്. ഉമ്മ കച്ചാപ്പറിച്ചിയും വാങ്ങി, ഞാൻ ഇമ്പിളി മുട്ടായി വാങ്ങി തിന്നുകയാണ്. അത് തിന്ന് അങ്ങനെ പോരുകയാണ്. വെള്ളം വാങ്ങാൻ ഇപ്പം വെള്ളം വാങ്ങണ കടയത്തെ ഏട്ടനില്ല. അങ്ങനെ അവിടെ നിന്ന് പോന്ന്. അതുകൊണ്ട് പൈസ കൊണ്ട് ലാഭിച്ച നമ്മൾ നടക്കുന്നത് നല്ലതല്ലേ, നടന്നൊക്കെ പോരുന്ന നമ്മളെ തടിക്കൊക്കെ നല്ലതല്ലേ. അങ്ങനെ നടന്നങ്ങനെ പോരുകയാണേ. അപ്പം ഉമ്മ പറഞ്ഞു, ഞാൻ കുഴങ്ങിയിരിക്കണ്, ഇജ്ജ് വേഗം പോരുന്നുണ്ടേ വാ, നിങ്ങൾക്ക് വീട്ടിലെത്തിയാലേ ഉള്ളൂ സമാധാനം. ഇമ്മ അങ്ങനെ ഇങ്ങനെയൊന്നും നടക്കാത്തതാണ്. അപ്പോൾ അങ്ങനെ സൈഡിലൊക്കെ അങ്ങനെ സൈഡിൽ റബ്ബർ തോട്ടമാണ്. അപ്പം അങ്ങനെ ചൂടില്ലാത്തതൊന്ന് നിന്നാണ് പോണത്. അങ്ങനെ ഓക്കെ ശരി, ബൈ ബൈ, സി യു, അസ്സലാമു അലൈക്കും. ഇത്രയേ ഉള്ളൂ പറയാൻ. നിങ്ങളൊക്കെ അമ്മമാരെപ്പം പോണത് എങ്ങനെയെന്ന് പറയണേ. അമ്മമാരിപ്പാരൊക്കെ ഇപ്പം പോകുമ്പോൾ എങ്ങനെയെന്ന് പറയണേ.